ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മീനസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് 4th യൂണിറ്റായ ഡിലൈറ്റ്ഫുൾ ബൈറ്റ്സിൻ്റെ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആക്ടിവിറ്റി 1. മാച്ച് ദി ഫോളോവിങ്. ഡ്രോ ലൈൻസ് ടു മാച്ച് ദി ക്യാരക്ടേഴ്സ് വിത്ത് ദെയർ ആക്ഷൻസ് ഫ്രം ദി സ്റ്റോറി. ഇതിൽ സ്റ്റോൺ സൂപ്പ് എന്ന ചാപ്റ്ററിലെ 4 ക്യാരക്ടേഴ്സിൻ്റെ പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അവർ ഓരോരുത്തരും ചെയ്ത ആക്ഷൻസാണ് വലത് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും ചെയ്ത ആക്ഷൻസിൻ്റെ നേരെ ലൈൻ വരയ്ക്കണം. ആദ്യമായി ഓൾഡ് വിമൻ്റെ ചിത്രമാണ്. ഓൾഡ് വിമൺ ചെയ്ത എന്ത് ആക്ഷനാണ് ഇതിലുള്ളത്? പുട്ട് ദി പോട്ട് ഓൺ ദി ഫയർ. രണ്ടാമത്തത് ഓൾഡ് ഫാർമറുടെ ചിത്രമാണ് ഉള്ളത്. ഫാർമർ ചെയ്ത ആക്ഷൻ എന്താണ്? ഫാർമർ ബ്രോഡ് ചിക്കൻ. മൂന്നാമത്തെ ചിത്രം നോക്കിയേ, യങ് ലേഡിയുടെ ചിത്രമാണ് ഉള്ളത്. യങ് ലേഡി ചെയ്ത ആക്ഷൻ എന്താണ്? യങ് ലേഡി ആഡഡ് ക്യാരറ്റ്സ്. ആഡഡ് ക്യാരറ്റ്സിന് നേരെ ലൈൻ വരയ്ക്കണം. നാലാമത്തെ ചിത്രം ട്രാവലറുടേതാണ്. ട്രാവലർ എന്താ ചെയ്തത് ആക്ഷൻ? ട്രാവലർ പുട്ട് എ സ്റ്റോൺ ഇൻ ടു ദി പോട്ട്. അതിന് നേരെ ലൈൻ വരയ്ക്കണം. ആക്ടിവിറ്റി 2. ഇറ്റ് ഈസ് ആസ് ടേസ്റ്റി ആസ് യു കുഡ് എവർ ഇമാജിൻ. ദി ട്രാവലർ സെഡ്. റീഡ് ദി എക്സ്പ്രഷൻ അണ്ടർലൈൻഡ്. കംപ്ലീറ്റ് ദി ഫോളോയിങ് യൂസിങ് ദി കറക്റ്റ് വേർഡ്സ് ഫ്രം ദി ബോക്സ്. അപ്പോൾ നമുക്ക് ഈ സെൻറ്റൻസിൻ്റെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ് ശ്രദ്ധിക്കുക. ആസ് ടേസ്റ്റി ആസ്. അപ്പോൾ ആസ് എന്ന വേർഡാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അത്രത്തോളം എന്നാണ്. അതായത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്ന അത്രത്തോളം രുചികരമാണ് ഇത് എന്നാണ് സെൻറ്റൻസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് വേർഡുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകളിൽ നിന്നും പ്രോപ്പറായിട്ടുള്ള വേർഡ് തിരഞ്ഞെടുത്ത് അത് ഫില്ല് ചെയ്യണം. നോക്കാം. ഒന്നാമത്തത്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വേർഡുകൾ ക്ലിയർ, സ്ലോ, ബിസി, ടാൾ, കോൾഡ്. ഫസ്റ്റ്, ദി മാൻ ഇൻ ദി സർക്കസ് ഈസ് ആസ് ടാൾ ആസ് ജിറാഫ്. ടാൾ എന്ന വേർഡാണ് ഇവിടെ കൊടുക്കേണ്ടത്. രണ്ടാമത്തത്, ദി ടീച്ചർ ഈസ് ആസ് ബിസി ആസ് എ ബി. ടീച്ചർ ബിയെ പോലെ തിരക്കുള്ളതാണ്. അപ്പോൾ അവിടെ ബിസി എന്നെഴുതി കൊടുക്കണം. തേർഡ്, ദി വാട്ടർ ഫ്രം ദി വാട്ടർഫാൾ ഈസ് ആസ് ക്ലിയർ ആസ് ക്രിസ്റ്റൽ. വാട്ടർഫാളിലെ വെള്ളം എങ്ങനെയുള്ളതാണ്? ക്രിസ്റ്റലിനെ പോലെ ക്ലിയർ ഉള്ളതാണ്. അപ്പോൾ അവിടെ എന്തെഴുതി കൊടുക്കണം? ക്ലിയർ എന്നെഴുതി കൊടുക്കണം. ഫോർത്ത്, ദി കേക്ക് ഈസ് ആസ് കോൾഡ് ആസ് ഐസ്. കേക്ക് എങ്ങനെയുള്ളതാണ്? ഐസിനെ പോലെ തണുത്തതാണ്. അപ്പോൾ അവിടെ കോൾഡ് എന്നെഴുതി കൊടുക്കാം. അഞ്ചാമത്തത്, ദി ടോർട്ടോയിസ് ഈസ് ആസ് സ്ലോ ആസ് എ സ്നെയിൽ. ടോർട്ടോയിസ് എങ്ങനെയുള്ളതാണ്? ഒച്ചിനെ പോലെ സ്ലോ ആണ്. അപ്പോൾ അവിടെ നമുക്ക് സ്ലോ എന്നെഴുതി കൊടുക്കാം. ആക്ടിവിറ്റി 3. റീഡ് ദി ഫോളോയിങ് പാസേജ്. റീറൈറ്റ് ദി പാസേജ് യൂസിങ് അതർ വേർഡ്സ് ഫ്രം ദി ടെക്സ്റ്റ് ബുക്ക് ഫോർ ദി അണ്ടർലൈൻഡ് ഓൺസ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പാരഗ്രാഫിൽ നിന്നും അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡുകളുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുള്ള വേർഡാണ് അവിടെ നമുക്ക് മാറ്റി എഴുതേണ്ടത്. 1 day എ ട്രാവലർ അറൈവ്ഡ് അറ്റ് എ വില്ലേജ്. അപ്പോൾ ഇവിടെ അറൈവ്ഡ് ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അറൈവ്ഡിന് പകരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ് എന്താണ്? റീച്ച്ഡ്. അപ്പോൾ അറൈവ്ഡിൻ്റെ സ്ഥാനത്ത് റീച്ച്ഡ് എന്ന് എഴുതി കൊടുക്കണം. ഹി വാസ് വെരി ടയേർഡ് ആഫ്റ്റർ ദി ലോങ് ജേണി. അപ്പോൾ വെരി ടയേർഡ് എന്നുള്ളതിന് ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡ് എന്താണ്? എക്സ്ഹോസ്റ്റഡ്. അപ്പോൾ എങ്ങനെ എഴുതി കൊടുക്കാം? ഹി വാസ് എക്സോസ്റ്റഡ് ആഫ്റ്റർ ദി ലോങ് ജേണി. ഹി മെയ്ഡ് സ്റ്റോൺ സൂപ്പ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ആൻ ഓൾഡ് വുമൺ ആൻഡ് ദി വില്ലേജേഴ്സ്. ദി സൂപ്പ് വാസ് ഡെലീഷ്യസ്. അപ്പോൾ ഡെലീഷ്യസിൻ്റെ ാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. ഡെലീഷ്യസിന് പകരമുള്ള വേർഡ് വെരി ടേസ്റ്റി. ദി സൂപ്പ് വാസ് വെരി ടേസ്റ്റി. ദേ എൻജോയ്ഡ് ദി സൂപ്പ്. One of the villagers asked the traveler for such a stone. Then the traveler said that it is just a normal stone. അപ്പോൾ നോർമലിലാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. നോർമലിന് പകരമുള്ള വേർഡ് ടെസ്റ്റിലുള്ളത് ഓർഡിനറി എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? ട്രാവലർ സെഡ് ദാറ്റ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഓർഡിനറി സ്റ്റോൺ. ആക്ടിവിറ്റി 4. ഇറ്റ് സ്മെൽസ് ഗുഡ്. ഇറ്റ് ടേസ്റ്റ് ഗുഡ്. ഇറ്റ് സ്മെൽസ് ഗുഡ് ആൻഡ് ടേസ്റ്റ് ഗുഡ്. Here and is a joining word. Combine the following sentences using and. അപ്പോൾ ഇവിടെ ഇറ്റ് സ്മെൽസ് ഗുഡ് എന്നുള്ള ഒരു സെൻറ്റൻസും ഇറ്റ്സ് ടേസ്റ്റ് ഗുഡ് എന്നുള്ള 2 സെൻറ്റൻസും ആൻഡ് എന്ന് പറയുന്ന ജോയിനിങ് വേർഡ് ഉപയോഗിച്ച് സിംഗിൾ സെൻറ്റൻസ് ആക്കിയിരിക്കുകയാണ്. ഇതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകളെല്ലാം ആൻഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്ത് സിംഗിൾ സെൻറ്റൻസ് ആക്കി എഴുതണം. ഒന്നാമത്തത്, ഐ വിൽ ഗോ. ഐ വിൽ ഗെറ്റ് സം ക്യാരറ്റ്സ് ഫ്രം മൈ ഗാർഡൻ. നമുക്ക് എങ്ങനെ എഴുതാം? I will go and get some carrots from my garden. 2. A young traveler had been walking all the day. He reached a small village. ഇതെങ്ങനെ എഴുതാം? A young traveler had been
walking all the day and reached a small village. 3. The soup is delicious. The soup is fulfilling. അപ്പോൾ എങ്ങനെ എഴുതി കൊടുക്കാം? The soup is delicious and fulfilling. 4th. He drank the soup. He continued his journey. അപ്പോൾ എങ്ങനെ എഴുതാം? He drank the soup and continued his journey. 5. He was very hungry. He was exhausted. എങ്ങനെ എഴുതാം? He was very hungry and exhausted. Activity 5. Read and enjoy. Read the story of Hannah's fun summer adventure with cherries. അപ്പോൾ ചെറിയുമൊത്തുള്ള ഹന്നയുടെ സമ്മർ കാലത്തെ സാഹസികതകളുടെ കുറിച്ചുള്ള വിവരങ്ങളാണ് താഴെ തന്നിരിക്കുന്ന പാരഗ്രാഫിലുള്ളത്. അതിൽ ചിത്രങ്ങളുടെ ഇംഗ്ലീഷ് വേർഡുകൾ അവിടെ എഴുതി കൊടുക്കണം. വൺ സമ്മർ ഡേ ഹന്ന വാസ് പ്ലേയിങ് ഇൻ ഹെർ റൂം. ഒരു സമ്മർ കാലത്ത് ഒരു ദിവസം ഹന്ന വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹെർ ഫാദർ കെയിം ഹോം വിത്ത് എ കാർ ഫുൾ ഓഫ് ചെറീസ്. ഹന്നയുടെ ഫാദർ ഒരു കാർ നിറയെ ചെറീസ് കൊണ്ടുവന്നു. ഹന്നാസ് പാരൻസ് ടുക്ക് ദി ചെറീസ് ഔട്ട് ഓഫ് ദി കാർ ആൻഡ് പുട്ട് ദം ഇൻ ദി ഫ്രിഡ്ജ്. ഹന്നയുടെ പാരൻസ് ചെറീസ് എല്ലാം കാറിൽ നിന്ന് പുറത്തെടുത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ഹന്ന ഡിസൈഡഡ് ടു ബിൽഡ് എ ബിഗ് ഹൗസ് ബൈ പുട്ടിംഗ് ദി ചെറീസ് ടുഗദർ ഓൺ ദി ഫ്ലോർ. ഹന്ന എന്ത് തീരുമാനിച്ചു? തറയിൽ ഈ ചെറീസ് എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് ഒരു വീടുണ്ടാക്കാൻ തീരുമാനിച്ചു. ദെൻ ഷീ ടുക്ക് 2 ചെറീസ് ആൻഡ് മെയ്ഡ് ഇയർ റിങ്സ് ഫോർ ഹെർസെൽഫ്. പിന്നെ എന്ത് ചെയ്തു? 2 ചെറീസ് എടുത്ത് അതുകൊണ്ട് കാതിലിടുന്ന ഇയർ റിങ്സ് ഉണ്ടാക്കി. ഷീ സോ എ ബൊക്കെ ബൈ ദി വിൻഡോ. അപ്പോൾ അവൾ എന്ത് കണ്ടു? ജനലിനടുത്ത് ഒരു ബൊക്കെ കണ്ടു, അതായത് ചെടിച്ചട്ടിയിൽ ചെടികൾ നിൽക്കുന്നത് കണ്ടു. ഷീ ബോട്ട് ദി ചെറീസ് ആൻഡ് ഹങ് ദം ഓൺ ദി ലീവ്സ്. അപ്പോൾ ആ ചെടികളിൽ കുറച്ച് ചെറീസ് തൂക്കിയിട്ടു. ദി ബൊക്കെ വാസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഹന്ന ബ്രോട്ട് എ ക്യാമറ ടു ടേക്ക് എ ഫോട്ടോ. അപ്പോൾ ആ ബൊക്കെ വളരെ ഭംഗിയുള്ളതായതിനാൽ ഹന്ന ഫോട്ടോ എടുക്കാനായി ഒരു ക്യാമറ കൊണ്ടുവന്നു. ഹന്ന ഡിസ്ട്രിബ്യൂട്ടഡ് ദി ചെറീസ് ടു ഓൾ ഹെർ നെയ്ബേഴ്സ്. ഹന്ന എന്ത് ചെയ്തു? ആ ചെറീസ് ചുറ്റുമുള്ള എല്ലാ അയൽക്കാർക്കും കൊടുത്തു. ദി നെയ്ബേഴ്സ് ഗിഫ്റ്റഡ് ഡിഫറെൻറ്റ് ഫ്രൂട്ട്സ് ടു ഹന്ന. അപ്പോൾ അയൽക്കാർ എന്ത് ചെയ്തു? പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ഹന്നയ്ക്ക് നൽകി. നൗ ഹന്നാസ് ഫ്രിഡ്ജ് വാസ് ഫുൾ ഓഫ് ഡിഫറെൻറ്റ് ഡെലീഷ്യസ് ഫ്രൂട്ട്സ്. അപ്പോൾ ഹന്നയുടെ ഫ്രിഡ്ജ് എങ്ങനെയായി? വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ കൊണ്ട് നിറഞ്ഞു. ആക്ടിവിറ്റി 6. ഐ ഹാവ് ചിക്കൻ സെഡ് ആൻ ഓൾഡ് ഫാർമർ. നൗ ലുക്ക് അറ്റ് ദി പിക്ചേഴ്സ് ബിലോ. ഇവിടെ ഹാവിൻ്റെ ഉപയോഗം ഹാവ്, ഹാസ്. നമുക്ക് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാനായിട്ട് ഹാവ്, ഹാസ് എന്നീ വേർഡുകളാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൽ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഐ ആം നിത. ഐ ഹാവ് എ ട്രൈസൈക്കിൾ. ഞാൻ നിതയാണ്, എൻ്റെ കയ്യിൽ ട്രൈസൈക്കിളുണ്ട്. ദിസ് ഈസ് മൈ ഫ്രണ്ട് മിയ. ഷീ ഹാസ് എ പപ്പി. ഇത് എൻ്റെ ഫ്രണ്ട് മിയയാണ്. മിയയ്ക്ക് പപ്പിയുണ്ട്, ഒരു പട്ടിക്കുട്ടിയുണ്ട്. ദിസ് ഈസ് പാൽ. ഹി ഹാസ് എ ക്യാമറ. ഇത് പാലാണ്, പാലിന് ക്യാമറ ഉണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിച്ച് കാണുമല്ലോ, ഐയുടെ കൂടെ ഹാവ് വന്നു, ഷീയുടെ കൂടെ ഹാസ് വന്ന്, ഹീയുടെ കൂടെയും ഹാസ് വന്നു. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ സെൻറ്റൻസിലും ഈ ഹാവും ഹാസും മാത്രമല്ല, പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ ഹാഡ് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഹാഡ് വരും. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസുകളെല്ലാം പ്രസൻറ്റ് ടെൻസിലെയാണെന്ന് ശ്രദ്ധിക്കുക. സെൻറ്റൻസിലെ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റ് എന്നിവയിൽ തുടങ്ങുന്നവയാണെന്നുണ്ടെങ്കിൽ ഹാസ് ഉപയോഗിക്കുക. ഇനി ഐ, യു, ദേ, വി എന്നിവയാണെന്നുണ്ടെങ്കിൽ ഹാവ് ഉപയോഗിക്കുക. അടുത്ത സെൻറ്റൻസ് നോക്കാം. വി ആർ ഫ്രണ്ട്സ്. വി ഹാവ് ഫ്ലവേഴ്സ്. ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങൾക്ക് പൂക്കളുണ്ട്. ദേ ആർ കസിൻസ്. അവർ കസിൻസാണ്. ദേ ഹാവ് ബുക്സ് ഇൻ ദെയർ ഹാൻഡ്സ്. അവരുടെ കയ്യിൽ പുസ്തകങ്ങളുണ്ട്. നൗ കംപ്ലീറ്റ് ദി ഫോളോയിങ് പാസേജ് വിത്ത് ഹാവ് ഓർ ഹാസ്. ഹാവ്, ഹാസോ ഉപയോഗിച്ച് താഴെ പറയുന്ന പാരഗ്രാഫ് കംപ്ലീറ്റ് ചെയ്യുക. ഐ ഹാവ് സോ മച്ച് ഫൺ ഈറ്റിംഗ് യമ്മി ഫ്രൂട്ട്സ് ആൻഡ് കളർഫുൾ വെജിറ്റബിൾസ് എവരി ഡേ. അപ്പോൾ അവിടെ ഐ കഴിഞ്ഞ് വരുന്നത് ഹാവ് ആണ് ചേർക്കേണ്ടത്. അടുത്ത സെൻറ്റൻസ്. വി ഹാവ് ടു പ്ലേ ആക്റ്റീവ് ഗെയിംസ് ടു മേക്ക് അവർ ബോഡി സ്ട്രോങ്. വി കഴിഞ്ഞ് ഹാവ് ആണ് ചേർക്കേണ്ടത്. മൈ ഫ്രണ്ട് മിയ ഹാസ് എ സൂപ്പർ പവർ
ബിക്കോസ് ഷീ ഡ്രിങ്ക്സ് ലോട്ട്സ് ഓഫ് വാട്ടർ. അപ്പോൾ മിയ കഴിഞ്ഞിട്ട് ഹാസ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരാളുടെ പേര് പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. മൈ ബ്രദർ പാൽ ഹാസ് എ ഗുഡ് ഹാബിറ്റ് ഓഫ് ഗോയിങ് ടു ബെഡ് ഏർലി. അവിടെയും പാൽ എന്ന പേരാണ് കഴിഞ്ഞത്. പേര് കഴിഞ്ഞ് വരുന്നിടത്ത് ഹാസ് ആണ് ചേർക്കേണ്ടത്. ദേ ഹാവ് ഫൗണ്ട് ദാറ്റ് ദീസ് ഹെൽത്തി ചോയ്സസ് മേക്ക് അസ് ഫീൽ ഗ്രേറ്റ് ആൻഡ് സ്ട്രോങ്. അവിടെ ദേ കഴിഞ്ഞ് വരുന്നിടത്ത് ഹാവ് ആണ് ചേർക്കേണ്ടത്. ആക്ടിവിറ്റി 7 അഡ്വർടൈസ്മെൻറ്റ്, പരസ്യമാണ്. ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കുക. JSR ഫ്രൂട്ട് ഷോപ്പ് ഫോർ ആൾ ടൈപ്സ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്സ്, ഷോപ്പ് നമ്പർ 12, മാർക്കറ്റ് റോഡ്, പാലക്കാട് ടൗൺ. ഈ പിക്ചർ നിങ്ങൾ കണ്ടുവല്ലോ. ഇനി ദി വില്ലേജേഴ്സ് ലേൺ ദാറ്റ് ഷെയറിംഗ് ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഗ്രാമവാസികൾ എന്താ മനസ്സിലാക്കിയത്? ഭക്ഷണം ഷെയർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ദ ഡിസൈഡഡ് ടു സെറ്റപ്പ് എ ഫ്രീ ഫുഡ് കോർണർ ഇൻ ദി വില്ലേജ്. അവരെന്ത് തീരുമാനിച്ചു? അവരുടെ വില്ലേജിൽ ഒരു ഫ്രീ ഫുഡ് കോർണർ തുറക്കുന്നതിനായിട്ട് അവർ തീരുമാനിച്ചു. ദേ വാണ്ടഡ് എവരി വൺ ടു നോ എബൌട്ട് ഇറ്റ്. അപ്പോൾ ഗ്രാമവാസികളെല്ലാവരെയും അത് അറിയിക്കണം. മേക്ക് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദി ഓപ്പണിംഗ് ഓഫ് എ ഫ്രീ ഫുഡ് കോർണർ. അപ്പോൾ നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കണം. താഴെ കൊടുത്തിരിക്കുന്ന കോളം കണ്ടല്ലോ, അവിടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് തയ്യാറാക്കണം. ഒരു ഫ്രീ ഫുഡ് കോർണർ വില്ലേജിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു അഡ്വർടൈസ്മെൻറ്റ്, ഒരു പോസ്റ്റർ നമ്മൾ തയ്യാറാക്കണം. പ്രിപ്പയർ എ ഡിജിറ്റൽ അഡ്വർടൈസ്മെൻറ്റ് ഫോർ ദി സെയിം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കണം. കൂട്ടുകാർ അങ്ങനെ ഒരു പോസ്റ്റർ അവിടെ തയ്യാറാക്കണം. അതിലെന്തൊക്കെ ഉണ്ടാവണം? അതിനകത്ത് ഒരു വെൽക്കം നോട്ട് ഉണ്ടാവണം, പിന്നെ വില്ലേജ് ഫുഡ് ഷോപ്പ് എന്നുള്ള പേരുണ്ടാവണം, പിന്നെ ഫ്രീ ഫുഡ് കോർണർ എന്നുണ്ടാവണം, പിന്നെ അതിൻ്റെ താഴെ നമുക്ക് എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ള ഡേറ്റ് ഉണ്ടാവണം, പിന്നെ നമ്മൾ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനും ഉണ്ടാവണം. അപ്പോൾ ചിത്രത്തിൽ കൂട്ടുകാർ ഒരു പോസ്റ്റർ തയ്യാറാക്കുമല്ലോ. ആക്ടിവിറ്റി 8 ലെറ്റ്സ് മേക്ക് എ കേക്ക്. നമുക്കൊരു കേക്ക് ഉണ്ടാക്കാം. ഡു യു നോ ഹൗ ടു മേക്ക് എ കേക്ക്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? ഹിയർ ആർ ദി സ്റ്റെപ്സ് ടു മേക്ക് എ കേക്ക്. ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള സ്റ്റെപ്സുകളാണ് ഉള്ളത്. ഒബ്സർവ് ദി പിക്ചർ ആൻഡ് റൈറ്റ് ദി സ്റ്റെപ്സ് ഇൻ കറക്റ്റ് ഓർഡർ ടു മേക്ക് എ ഡെലീഷ്യസ് കേക്ക്. വളരെ രുചികരമായ ഒരു കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ സ്റ്റെപ്സുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അവ കറക്റ്റായിട്ടുള്ള ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. നിങ്ങളതിനെ കറക്റ്റായിട്ടുള്ള ഓർഡറിലാക്കണം. അപ്പോൾ നമുക്കതൊന്ന് ഓർഡറിൽ എഴുതിയാലോ. സ്റ്റെപ്പ് 1, ടേക്ക് 3 cups ഓഫ് ഫ്ലോർ, 3 eggs, sugar, milk and ½ cup of butter. Step 2, mix the flour. Step 3, add eggs. Step 4, add sugar, milk and butter to the mixture. Step 5, pour out the dough. Step 6, bake the cake in the oven. Step 7, decorate the cake. Activity 9, unscramble the letters to find the words from the story. അപ്പോൾ നമ്മുടെ ഈ സ്റ്റോൺ സൂപ്പ് എന്ന സ്റ്റോറിയിലെ അകത്തുള്ള കുറച്ച് വേർഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് അതിൻ്റെ സ്പെല്ലിങ് ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കറക്റ്റ് ഓർഡറിൽ അതിൻ്റെ സ്പെല്ലിങ് എഴുതുക. 1 സ്മാൾ, 2 കോട്ടേജ്, 3 നത്തിങ്, 4 ട്യൂൺ, 5 ഹംഡ്, 6 ഡെലീഷ്യസ്, 7 ഒണിയൻ, 8 യങ്, 9 പോക്കറ്റ്. Select the letters found in the red boxes and write them in the box given below. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഓരോ വേർഡിലും കൊടുത്തിരിക്കുന്ന കോളങ്ങളിൽ റെഡ് കോളങ്ങളിൽ വരുന്ന ലെറ്റേഴ്സ് എല്ലാം കൂടെ ചേർത്ത് താഴെ എഴുതുക. അപ്പോൾ നമുക്ക് സ്റ്റോൺ സൂപ്പ് എന്നാണ് കിട്ടുക. ആ സ്റ്റോൺ സൂപ്പ് എന്ന് താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിൽ എഴുതുക. ഇനി ഈ യൂണിറ്റിൽ നമുക്ക് ബീയിങ് ഹെൽത്തി എന്ന് പറയുന്ന ഒരു പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇഫ് യു ആർ ഹെൽത്തി യു വിൽ ബി ഹാപ്പി. അപ്പോൾ നിങ്ങൾ ആരോഗ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. വാട്ട് ഡു യു ഡു ടു സ്റ്റേ ഹെൽത്തി? ഹെൽത്തി ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നൗ ലെറ്റ്സ് റീഡ് എ പോയം അബൌട്ട് ബീയിങ് ഹെൽത്തി ആൻഡ് ക്ലീൻ. ഇനി നമുക്ക് നല്ല വൃത്തിയായും ആരോഗ്യത്തോടെയും ഇരിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു പോയം പഠിക്കാം. ബീയിങ് ഹെൽത്തി, ആരോഗ്യമായിട്ട് ഇരിക്കുക. മോം സേസ് ഐ ഹാവ് ടു ബ്രഷ് മൈ ടീത്ത് ഇൻ ദി മോർണിംഗ് ആൻഡ് നൈറ്റ്. രാവിലെയും രാത്രിയും നന്നായി പല്ല് തേക്കണമെന്നാണ് അമ്മ പറയുന്നത്. ദേ ലുക്ക് ആൻഡ് ടേസ്റ്റ് മച്ച് ബെറ്റർ ബട്ട് ഐ ഹേറ്റ് ഇറ്റ് വെൻ ഷീ ഈസ് റൈറ്റ്. അപ്പോൾ നന്നായി പല്ല് തേക്കുമ്പോൾ അത് നല്ല ഭംഗിയുള്ളതായിരിക്കുകയും നമുക്ക് കഴിക്കുന്ന ആഹാരത്തിന് നല്ല രുചി ഉണ്ടാവുകയും ചെയ്യും. ബട്ട് ഐ ഹേറ്റ് ഇറ്റ് വെൻ ഷീ ഈസ് റൈറ്റ്. പക്ഷേ എനിക്ക് അമ്മ പറഞ്ഞത് ശരിയാണെങ്കിലും എനിക്കതല്പം മടിയുള്ള കാര്യമാണ്. ഡാഡ് സേസ് ഐ ഹാവ് ടു ടേക്ക് എ ബാത്ത്.
അച്ഛൻ പറയുന്നത് ഞാൻ കുളിക്കണമെന്നാണ് പറയുന്നത്. ആൻഡ് വാഷ് മൈ ബോഡി വെല്ലി, എൻ്റെ ശരീരം നന്നായി തേച്ച് കഴുകി കുളിക്കണമെന്നാണ് അച്ഛൻ പറയുന്നത്. ഐ ഡു ഫീൽ നൈസ് ആൻഡ് ക്ലീൻ ആൻഡ് ഫ്രഷ്, അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് നല്ല വൃത്തിയായും നല്ല നീറ്റായിട്ടും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ബട്ട് നൗ ഹീ ഈസ് റൈറ്റ് ആസ് വെൽ, അപ്പോൾ അച്ഛൻ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. മൈ ബ്രദർ സേസ് ഐ ഹാവ് ടു വാഷ് മൈ ഹാൻഡ്സ് ടു കീപ് ദം ക്ലീൻ, അപ്പോൾ എൻ്റെ ബ്രദർ എന്താണ് പറയുന്നത്, ഞാൻ എൻ്റെ കൈകൾ നല്ല വൃത്തിയായിരിക്കുന്നതിന് വേണ്ടി നന്നായി വാഷ് ചെയ്യണമെന്നാണ് ബ്രദർ പറയുന്നത്. ഹീ ഈസ് റൈറ്റ് മൈ ഫിംഗേഴ്സ് ഫീൽ സോ ഗുഡ്, അപ്പോൾ ബ്രദർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എൻ്റെ വിരലുകൾ കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. വിത്തൗട്ട് ഡൗട്ട് ഇൻ ബിറ്റ്വീൻ, വിരലുകൾക്കിടയിൽ ഒട്ടും ചെളി പിറളാതെ അഴുക്ക് പിറളാതെ കൈകൾ നല്ല വൃത്തിയായിരിക്കും. മൈ സിസ്റ്റർ സേസ് ഐ ഹാവ് ടു ഈറ്റ് സം വെജിറ്റബിൾസ് ഈച്ച് ഡേ, അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്താണ് പറയുന്നത്, ഞാൻ എല്ലാ ദിവസവും കുറച്ച് വെജിറ്റബിൾസ് കഴിക്കണമെന്നാണ് സിസ്റ്റർ പറയുന്നത്. ഷീ ഈസ് റൈറ്റ് ഐ ഹാവ് മോർ എനർജി ടു റൺ ആൻഡ് വാക്ക് ആൻഡ് പ്ലേ, എനിക്ക് ഓടാനും നടക്കാനും കളിക്കാനുമുള്ള എനർജി വളരെയധികം ലഭിക്കുന്നതിന് വേണ്ടി ഈ വെജിറ്റബിൾ കഴിക്കുന്നതിലൂടെ സാധിക്കുന്നത് കൊണ്ട് സിസ്റ്റർ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ പോയം എഴുതിയിരിക്കുന്നത് ഗില്ലിയൻ ക്രൈഗ് എന്ന് പറയുന്ന കവിയാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ലെറ്റ്സ് എക്സ്പ്ലോർ ദി പോയം. വാട്ട് ഹെൽത്തി ഹാബിറ്റ്സ് ഡസ് ഈച്ച് ഫാമിലി മെമ്പർ ഇൻ ദി പോയം സജസ്റ്റ്, അപ്പോൾ ഓരോ കുടുംബാംഗങ്ങളും എന്തെല്ലാമാണ് കുട്ടിയോട് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മോം, അപ്പോൾ അമ്മ എന്താ പറഞ്ഞത്, ടു ബ്രഷ് ദി ടീത്ത്. ഡാഡി എന്താണ് പറഞ്ഞത്, ടു ടേക്ക് എ ബാത്ത്. ബ്രദർ എന്താണ് പറഞ്ഞത്, ടു ക്ലീൻ യുവർ ഹാൻഡ്സ്. സിസ്റ്റർ എന്താണ് പറഞ്ഞത്, ടു ഈറ്റ് സം വെജിറ്റബിൾസ്. 2. What are the healthy habits mentioned in the poem? First is brushing teeth twice a day. Second is stay hygienic. Third, eat healthy food. Activity 1. Read the following lines. My sister says I have to eat some vegetables each day. She is right. I have more energy to run and walk and play. നൗ ആഡ് 4 ലൈൻസ് ഇൻ ദി സ്പേസ് ഗിവൻ ബിലോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന സ്പേസിൽ ഇതുപോലെ 4 ലൈൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മൈ ഫ്രണ്ട് സേസ് ഐ ഹാവ് ടു ഡ്രിങ്ക് ലോട്ട്സ് ഓഫ് വാട്ടർ എവറി ഡേ. ഇറ്റ് കീപ്സ് മീ ഫ്രഷ് ആൻഡ് ആക്റ്റീവ് ആൻഡ് ഹെൽപ്പ് മീ ഫീൽ ബ്രൈറ്റ് ഓൾ ഡേ. ഇറ്റ് മെയിൻറ്റെയിൻ ദി ഹെൽത്ത് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് എവറി സെൽസ് ഇൻ ദി ബോഡി. ആക്ടിവിറ്റി 2. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് കളർ ദി ഹെൽത്തി ഫുഡ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കുക, അതിൽ നോക്കിയിട്ട് അതിൽ ഹെൽത്തി ഫുഡ് ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിനെ കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാരത് കറക്റ്റായിട്ട് കളർ ചെയ്യുമല്ലോ. ദെൻ ലിസ്റ്റ് ദി ഹെൽത്തി ഫുഡ് ആൻഡ് അൺഹെൽത്തി ഫുഡ് ഇൻ ദി സ്പേസ് ഗിവൻ ബിലോ. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹെൽത്തി ഫുഡ് അൺഹെൽത്തി ഫുഡ് ഏതാണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയ കുട്ടികാരെ പിക്ചറിലേക്ക് ഒരു ടെൻഡർ കോക്കനട്ട് ഉണ്ട്, ഒരു ജിലേബി ഉണ്ട്, ആപ്പിൾസ് ഉണ്ട്, ലെറ്റസ് ഉണ്ട്, ബർഗറുണ്ട്, പിസ്സയുണ്ട്. അപ്പോൾ ഇതിൽ ഹെൽത്തി ഫുഡ് ഏതൊക്കെയാണ്, ടെൻഡർ കോക്കനട്ട് ഒരു ഹെൽത്തി ഫുഡാണ്. പിന്നെ ആപ്പിൾസും ഹെൽത്തി ഫുഡാണ്. പിന്നെന്താണ്, ലെറ്റസും ഒരു ഹെൽത്തി ഫുഡാണ്, കാരണം അത് ലീഫി ഗ്രീൻ വെജിറ്റബിളാണ്, അത് ഹെൽത്തി ഫുഡാണ്. ഓക്കെ. ഇനി അൺഹെൽത്തി ഫുഡ് ഏതൊക്കെയാണ്, ബർഗർ, 2 പിസ്സ, 3 ജലേബി. എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി. Bring a variety of homely food items and conduct നാടൻ ഭക്ഷ്യമേള എത്നിക് ഫുഡ് ഫെസ്റ്റ് ഇൻ യുവർ സ്കൂൾ. അപ്പോൾ സ്കൂളിൽ നിങ്ങൾ അങ്ങനെ ഒരു നാടൻ ഭക്ഷ്യമേള സംഘടിപ്പിക്കുമല്ലോ. പ്രിപ്പയർ ദി റെസിപ്പി ആൻഡ് ഷെയർ വിത്ത് ദി വിസിറ്റേഴ്സ്. അപ്പോൾ വരുന്നവരോട് നിങ്ങൾ നാടൻ ഭക്ഷ്യമേള സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ റെസിപ്പി എല്ലാം പറഞ്ഞു കൊടുക്കുക. കളക്ട് ദി പിക്ചേഴ്സ് ഓഫ് വേരിയസ് ഫുഡ് ഐറ്റംസ് ആൻഡ് പ്രിപ്പയർ ആൻ ആൽബം. അപ്പോൾ പലതരത്തിലുള്ള നാടൻ ഭക്ഷണങ്ങളുടെ കുറച്ച് പിക്ചേഴ്സ് കളക്ട് ചെയ്ത് നിങ്ങളൊരു ആൽബം ഉണ്ടാക്കുമല്ലോ. ഇനി ഈ യൂണിറ്റിൽ നമുക്ക് ഒരു പാൻ കേക്കിനെ കുറിച്ചുള്ള ഒരു ഭാഗമാണ് ഉള്ളത്. ദി റൺ അവേ പാൻ കേക്ക്, ഓടിപ്പോയ പാൻ കേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഇങ്ങനെ ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തരം വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഒരു തരം കേക്കാണത്. ഓക്കെ. പാൻ കേക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോൾ വീട്ടിലെ അംഗങ്ങൾ പറയുന്ന ഓരോ സംഭാഷണങ്ങളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരാൾ എന്താ പറയുന്നത്, ഐ തിങ്ക് എവരി വൺ വിൽ ലവ് ഇറ്റ്, ഞാൻ വിചാരിക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്നാണ്. അടുത്ത ആൾ എന്താ പറയുന്നത്, ഐ വിൽ ഈറ്റ് ഫസ്റ്റ്, ഞാനിത് ആദ്യം കഴിക്കും. അടുത്ത ആൾ എന്താ പറയുന്നത്, ഇറ്റ് വിൽ ബി ഡെലീഷ്യസ്, അത് വളരെ രുചികരമായിരിക്കും. അപ്പോൾ അടുത്ത ആൾ എന്താ പറഞ്ഞത്, മം ഐ വോണ്ട് ദിസ്, അമ്മേ എനിക്കിത് വേണം. അടുത്ത ആളെന്ന് പറഞ്ഞു, മം യു ആർ മേക്കിംഗ് മൈ ഫേവറേറ്റ് ഡിഷ്, അമ്മേ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഭവമാണ് അമ്മ ഉണ്ടാക്കുന്നത്.
ഇറ്റ് ലുക്സ് സോ ക്രിസ്പി. ഇത് വളരെ എന്താ പറയുക മൊരിഞ്ഞത്, എന്താ പറയുന്നത് നമുക്കിങ്ങനെ പൊട്ടുന്ന രീതിയിൽ കടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാൻ കേക്ക് ആണ്. ആൾ ഓഫ് എ സഡൻ ദി പാൻ കേക്ക് ജംപ്ഡ് ഔട്ട് ഓഫ് ദി പാൻ. പെട്ടെന്ന് എന്ത് ചെയ്ത് പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ പാൻ കേക്ക് ചട്ടിയിൽ നിന്നും പുറത്തേക്ക് ചാടി. ആൾ ഓഫ് എ സഡൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, സ്പോണ്ടേനിയസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഒരാൾ എന്താ പറഞ്ഞ, ഓ ദി പാൻ കേക്ക് ജംപ്ഡ് ഔട്ട്, ക്യാച്ച് ഇറ്റ്. ഓ പാൻ കേക്ക് പുറത്തേക്ക് ചാടിപ്പോയി, അതിനെ പിടിക്കൂ. അടുത്ത ആൾ എന്താ പറഞ്ഞത്, ഓക്കെ ഐ വിൽ ക്യാച്ച് ഇറ്റ്, ഞാൻ പിടിക്കാം. അപ്പോൾ അടുത്ത ആൾ എന്താ പറഞ്ഞത്, സ്റ്റോപ്പ് ദെയർ, നിൽക്കവിടെ. അപ്പോൾ ഓടിപ്പോയ പാൻ കേക്ക് വഴിയിലൊരു പട്ടിക്കുട്ടിയെ കണ്ടു. അപ്പോൾ പാൻ കേക്ക് എന്ന് പറഞ്ഞു, ഹെൽപ്പ് ഹെൽപ്പ്, സഹായിക്കൂ സഹായിക്കൂ. അപ്പോൾ പട്ടിക്കുട്ടി എന്താ ചോദിച്ചത്, സ്റ്റോപ്പ് ദെയർ, വൈ ആർ യു റണ്ണിങ്, നിൽക്കവിടെ, എന്തിനാണ് നീ ഓടുന്നത്. അപ്പോൾ പാൻ കേക്ക് എന്ത് പറഞ്ഞു, ദി 7 ചിൽഡ്രൻ ദെയർ ഫാദർ ആൻഡ് മദർ ആർ ഫോളോയിങ് മീ. ആ 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും എന്നെ പിന്തുടരുന്നുണ്ട്. ദി പാൻ കേക്ക് റാൻ ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. പാൻ കേക്ക് കഴിയുന്ന അത്രത്തോളം വേഗതയിൽ അത് ഓടി. ദി 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ ആൻഡ് പെറ്റ് ഡോഗ് ഫോളോവ്ഡ് ഇറ്റ്. അപ്പോൾ 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പിന്നെ അവരുടെ പെറ്റ് ഡോഗും പാൻ കേക്കിന് പിന്നാലെ ഓടി. അപ്പോൾ പാൻ കേക്ക് വഴിയിലെ വേറെ ആരെ കണ്ടു, അവിടെ ഒരു പൂച്ചയെ കണ്ടു. പൂച്ച എന്ത് ചോദിച്ചു, ഹേ വൈ ആർ യു റണ്ണിങ്, എന്തിനാ നീ ഓടുന്നത്. അപ്പോൾ പാൻ കേക്ക് പൂച്ചയോട് എന്ത് പറഞ്ഞു, ദി 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ ആൻഡ് പെറ്റ് ഡോഗ് ആർ ഫോളോയിങ് മീ. അപ്പം 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പിന്നെ അവരുടെ പെറ്റ് ഡോഗും എന്നെ ഫോളോ ചെയ്യുന്നു. പിന്നെയും പാൻ കേക്ക് ഓടിക്കൊണ്ടിരുന്നു. സ്റ്റോപ്പ് ദെയർ, നിൽക്കവിടെ. ദി പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. പാൻ കേക്ക് അതിന് കഴിയുന്ന അത്ര വേഗതയിൽ ഓടി. ദി 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ആൻഡ് ക്യാറ്റ് ഫോളോഡ് ഇറ്റ്. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും പിന്നെ അവരുടെ ക്യാറ്റും ഫോളോ ചെയ്തു. പിന്നെയും ഓടുന്ന വഴിയിൽ പാൻ കേക്ക് ആരെ കണ്ടു, ഒരു ആടിനെ കണ്ടു. ആട് എന്ത് പറഞ്ഞു, ഹലോ ഫ്രണ്ട് വാട്ട് ഹാപ്പൻഡ്, സുഹൃത്തെ എന്ത് സംഭവിച്ചു. അപ്പോൾ ആടിനോട് പാൻ കേക്ക് എന്ത് പറഞ്ഞു, ദി 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ആൻഡ് ക്യാറ്റ് ആർ ഗോയിങ് ടു ഈറ്റ് മീ. 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും ക്യാറ്റും എന്നെ തിന്നാൻ വരുന്നു. സ്റ്റോപ്പ് ദെയർ, ദി പാൻ കേക്ക് റാൻ ആസ് ഫാസ്റ്റ് ആസ് ഇറ്റ് കുഡ്. നിൽക്കവിടെ. പാൻ കേക്ക് അതിന് കഴിയുന്നത്ര വേഗതയിൽ പിന്നെയും ഓടി. ദി 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ക്യാറ്റ് ആൻഡ് ഗോട്ട് ഫോളോഡ് ഇറ്റ്. എന്തെല്ലാം അവരെ പിന്തുടർന്നു, 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും ക്യാറ്റും പിന്നെ ഗോട്ടും പാൻ കേക്കിന് പിന്തുടർന്നു. പിന്നെയും ഓടുന്നതിനിടയിൽ പാൻ കേക്ക് ആരെ കണ്ടു, ഒരു ഫോക്സിനെ കണ്ടു, കുറുക്കൻ. അപ്പോൾ കുറുക്കൻ എന്ത് ചോദിച്ചു, വൈ ആർ യു റണ്ണിങ്, എന്തുകൊണ്ടാണ് നീ ഓടുന്നത്. അപ്പോൾ പാൻ കേക്ക് എന്ത് പറഞ്ഞു, ദി 7 ചിൽഡ്രൻ ദെയർ ഫാദർ മദർ പെറ്റ് ഡോഗ് ക്യാറ്റ് ആൻഡ് ഗോട്ട് ആർ ഗോയിങ് ടു ക്യാച്ച് മീ, ക്യാൻ യു ഗീവ് മീ എ പ്ലേസ് ടു ഹൈഡ് ഇൻ. അപ്പോൾ എന്താ പറഞ്ഞത്, 7 കുട്ടികളും അവരുടെ അച്ഛനും അമ്മയും പെറ്റ് ഡോഗും ക്യാറ്റും ഗോട്ടും എല്ലാവരും കൂടി ചേർന്ന് എന്നെ പിടിക്കാൻ വരുന്നു. എനിക്ക് എവിടെയെങ്കിലും ഒളിക്കാനൊരു സ്ഥലം നീ തരുമോ. അടുത്ത ചിത്രത്തിൽ എന്താണെന്ന് നോക്കൂ കൂട്ടുകാരെ. ആ പാൻ കേക്കിന് കുറുക്കൻ ഭക്ഷണമാക്കി. അപ്പോൾ ആ പാൻ കേക്ക് വളരെ രുചിയുള്ളതായതിനാൽ ഫോക്സ് എന്താ പറയുന്നത്, യമ്മി യമ്മി, നല്ല രുചിയുള്ളതാണ്. ഇത് കണ്ട പിന്നാലെ വന്നവർ എന്ത് പറഞ്ഞു, ഓ ഇറ്റ്സ് ഗോൺ, ഓ അതിൻ്റെ കാര്യം കഴിഞ്ഞു. അടുത്തത് പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദി പിക്ചർ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കുക. റൈറ്റ് ദി ഈവൻറ്റ്സ് റിലേറ്റഡ് ടു ഈച്ച് പിക്ചർ. അപ്പോൾ ആ ഓരോ പിക്ചറിൻ്റെയും സന്ദർഭം എഴുതുക. ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ, ഒരു പേരും കൊടുക്കുക. കൂട്ടുകാർ ആദ്യത്തെ ചിത്രത്തിലേക്ക് നോക്കിയേ. ഇതിൽ കുട്ടിക്ക് നമുക്ക് ഹരി എന്ന് പേര് കൊടുക്കാം. ഹരിയുടെ അമ്മ ഭക്ഷണം തയ്യാറാക്കി പാത്രത്തിൽ നിറച്ച് കൊടുക്കുകയാണ്. അവിടെ നമുക്ക് എന്തെഴുതി കൊടുക്കാം, ഹരീസ് മദർ പ്രിപ്പയർഡ് ലഞ്ച് പാക്ഡ് ഇറ്റ് ഇൻ എ ബോക്സ് ആൻഡ് ഗേവ് ഇറ്റ് ടു ഹിം. അടുത്ത ചിത്രത്തിലേക്ക് നോക്കിയേ. ഹരി സ്കൂളിലേക്ക് പോവുകയാണ്, ഭക്ഷണവും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെ നമുക്ക് എന്തെഴുതി കൊടുക്കാം, ഹരി വെൻറ്റ് ടു സ്കൂൾ വിത്ത് ഇറ്റ്. മൂന്നാമത്തെ ചിത്രം നോക്കിക്കേ. പോകുന്ന വഴിയിൽ ഹരി ഒരു ദരിദ്രരായ ഒരു അച്ഛനെയും മകളെയും കാണുന്നു. അവിടെ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം, ഓൺ ദി വേ ഹരി സോ എ പുവർ ഫാദർ ആൻഡ് ഡോട്ടർ. അതിൽ ആ കുട്ടി എന്ത് ചെയ്യുകയായിരുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെങ്ങനെ എഴുതി കൊടുക്കാം, ദി ഗേൾ വാസ് ക്രൈയിങ് ബിക്കോസ് ഷീ വാസ് ഹംഗ്രി. ഇനി നാലാമത്തെ ചിത്രം നോക്കിക്കേ. ആ ചിത്രത്തിൽ ഹരി എന്താ ചെയ്യുന്നത്, ഹരിയുടെ കയ്യിലുള്ള ഭക്ഷണം ആ പെൺകുട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം, ഹരി ഗേവ് ഹിസ് ലഞ്ച് ടു ദി ഗേൾ. അടുത്തത് അഞ്ചാമത്തെ ചിത്രത്തിലേക്ക് നോക്കിയേ. അതിൽ ഭക്ഷണം കിട്ടിയപ്പോൾ അവർക്ക് സന്തോഷമായിരിക്കുകയാണ്, അവർ ഭക്ഷണം കഴിക്കുകയാണ്. അവിടെ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം,
ദേ വെയർ ഹാപ്പി. അവർക്ക് സന്തോഷമായി. ആറാമത്തെ ചിത്രം നോക്കിക്കേ. അതിൽ വൈകുന്നേരം വന്നിട്ട് ഹരി വഴിയിൽ നടന്ന സംഭവം അമ്മയോട് പറയുകയാണ്. ആ ചിത്രത്തിന് താഴെ നമുക്ക് എന്ത് കൊടുക്കാം? ഇൻ ദി ഈവനിങ് ഹരി ടോൾഡ് ഹിസ് മദർ എബൌട്ട് ദിസ് ഇൻസിഡൻറ്റ്. ഏഴാമത്തെ ചിത്രം നോക്കിക്കേ. ഹരി പോയി ആ അച്ഛനെയും മകളെയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയാണ്. അവിടെ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ദി നെക്സ്റ്റ് ഡേ ആസ് റിക്വസ്റ്റഡ് ബൈ ദി പേരൻസ് ഹരി ബ്രോട്ട് ദി ഫാദർ ആൻഡ് ഡോട്ടർ ഹോം. അടുത്ത എട്ടാമത്തെ ചിത്രം നോക്കിയേ. ഹരിയുടെ അമ്മയും അച്ഛനും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആ അച്ഛനും മകൾക്കും കഴിക്കാൻ കൊടുക്കുകയാണ്. അവിടെ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഹരീസ് മദർ പ്രിപ്പയർഡ് ഡെലീഷ്യസ് ഫുഡ് ആൻഡ് ഗേവ് ഇറ്റ് ടു ദം. എവരി വൺ വാസ് ഹാപ്പി. എല്ലാവർക്കും സന്തോഷമായി. ഇനി നമുക്ക് ഇതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ എന്താ കൊടുക്കേണ്ടത്? നമുക്കിതിന് കൈൻഡ്നെസ് ഓഫ് ഹരി എന്ന് കൊടുക്കാം. ഇത്രയുമാണ് ഈ യൂണിറ്റിൽ നമുക്ക് ചെയ്യുവാനായിട്ട് ഉണ്ടായിരുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൂട്ടുകാർ കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കാണാത്തവർക്കായി ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്